ഹായ് ഹലോ, ഇന്നത്തെ ഒരു കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് താണ്ട രാവിലെ തന്നെ ഇവക്കൊരു മുട്ട ഞാൻ പുഴുകുന്നതിന് പകരം ഞാൻ വറുത്ത് കൊടുത്തു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് നമ്മുടെ ഈ അപ്പുറം ഇപ്പുറം മൂപ്പിക്കാതെ നമ്മൾ വറുത്തെടുക്കുമല്ലോ, അതുപോലെ വറുത്ത് ഞാൻ കൊടുത്തിട്ട് അവളുമായിട്ട് ഒരു യുദ്ധം തന്നെ ഞാൻ കഴിഞ്ഞു കേട്ടോ. അവൾ കഴിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതിയുടെ അടുത്ത് കഴിച്ചു കേട്ടോ. ബാക്കി ഞാനാണ് കഴിച്ചത്. അവൾ കഴിക്കുന്ന കഴിപ്പ് കണ്ടോ. എന്നിട്ട് അതിന് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊരു മാങ്ങ കൊണ്ട് തന്നിട്ട് പറഞ്ഞു അത് പൊളന്ന് കൊടുക്കാൻ, ചെത്തി കൊടുക്കരുത്, ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളില്ല പീസാക്കി കൊടുക്കുമല്ലോ, അങ്ങനെ ഞാൻ കൊടുത്തതാണേ. അത് കഴിക്കുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടോ. രാവിലെ ആണെങ്കിൽ ഒരു മുട്ടയും ഞാനുമായിട്ടൊരു യുദ്ധം തന്നെ ആയിരുന്നു. ഇപ്പം വേണ്ട നടന്നു മാറിയത് ഒരു ഇത്തിരി വേണ്ട ആ തറയോടയിലോട്ട് വീണതിൻ്റെയാ. അതെല്ലാം പുള്ളിക്ക് ഇച്ചിച്ചിയാട്ടോ. പക്ഷേ ചെരുപ്പില്ലാതെ ഏത് ലോകം വേണേലും ഞങ്ങൾ നടക്കും കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വിദ്ദുക്കുട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ 2 പേർക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നും ഞാൻ കൊടുത്തില്ല കേട്ടോ, ഇച്ചിരി വിശക്കെട്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ തന്നെ 2 പേർക്കും ഞാൻ കഞ്ഞി എടുത്ത് അപ്പോഴത്തേക്കിന് ഏകദേശം ഒരു 10:30 ആയി കേട്ടോ കഞ്ഞി കൊടുത്തപ്പോഴത്തേക്കിനും. അങ്ങനെ 2 പേരും പിന്നെ കഞ്ഞി വലിയ കുഴപ്പമില്ലാതെ കുടിച്ചു കേട്ടോ. എന്നാലും മടിയാണ് കുടിക്കാൻ, മലന്നും കിടന്നും ഇരുന്നും ഒക്കെയാണ്. പിന്നെ ഞാൻ മലന്ന് കിടക്കുമ്പോഴത്തേക്കിനും ഞാൻ പോയി പൊക്കും, പിന്നെ ഞാൻ കൊടുക്കും, വീണ്ടും അവൾ മലന്ന് കിടക്കും. ഇത് തന്നെ കേട്ടോ. പാവം പിടിച്ചവനാണെങ്കിൽ അങ്ങനെയുള്ള ശല്യപ്പാടോ ഒന്നുമില്ല കേട്ടോ. പുള്ളിയുടേതായ കുറച്ച് രീതികളേ ഉള്ളൂ കേട്ടോ വിദ്ദുക്കുട്ടന്. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി ഇച്ചിരി വാ തുറക്കാനായിട്ടൊരു ഇച്ചിരി പാടേ ഉള്ളൂ. കുഞ്ഞതായിട്ടാണ് വാ തുറക്കുന്നത്. പക്ഷെ തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇല്ല വലിയ രീതിയിലങ്ങ് വാ തുറന്ന് വരുവേ. അതുകൊണ്ട് നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെ അത് 2 പേർക്കും കൊടുത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഒരു 12:30 ആയപ്പോഴത്തേക്കിനും രാജേഷേട്ടൻ എന്നെ വിളിക്കുന്നത് നമ്മുടെ അമ്പാടിക്കുട്ടന് സ്കൂളിൽ വെച്ചിട്ട് ചൂട് കൂടുതൽ. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊരു ചുമയുണ്ടായിരുന്നേ. അപ്പോൾ ഞാനോർത്ത് പരട്ടി ചുമയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, പൊക്കോ മാസ്കൊക്കെ വെച്ചിട്ട് പോയി കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്കിനും പണി പാളി ഗൈസ്. വീണ്ടും വൈറൽ ഫീവറാണെന്നും പറഞ്ഞ് ഡോക്ടർ. അങ്ങനെ പിന്നെ അമ്പാടിക്കുട്ടനെ രാജേഷേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അവനെ പിന്നെ അജിയമ്മ പിന്നെ എല്ലാം റെഡിയാക്കി കിടത്തിയേക്കുക കേട്ടോ റൂമിൽ. ഇതിനകത്ത് കാണിക്കുന്നതേ ഇല്ല കേട്ടോ അമ്പാടിക്കുട്ടനെ, കാരണം അവന് വയ്യായിരുന്നു റൂമിൽ തന്നെ. അപ്പോൾ 2 പിള്ളേർ പുറത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി മോൻ കാരണം പിള്ളേർക്ക് വരല്ലേ, അതുകൊണ്ട് കിടക്കണേന്ന് പറഞ്ഞ് എന്താണെങ്കിലും ആൾ അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് തീയലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചക്ക വേവിച്ചതുമായിരുന്നു. ഇന്നലെ ചക്കയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് എനിക്കുള്ള കഷായമാണ് കേട്ടോ. കഷായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പീരീഡ്സിൽ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. അപ്പോൾ ഇത് ചെന്നൊരു 10-20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ പിന്നെ ആ വേദന എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഉലുവായും ജീരകവും കടുക് ഏതാണ്ടൊക്കെ ഇട്ടിങ്ങനെ വറുത്തിട്ട് തരുന്നതാണ്. നല്ല കയ്പ്പാണ് ചില സമയത്ത്. ആദ്യമൊക്കെ അതിലെ കുഞ്ഞിലെ 8ൻ്റെ വെക്കേഷനായിരുന്നു ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. അപ്പോഴത്തേക്കിനും ആ സമയത്തിനൊക്കെ അമ്മ ഇച്ചിരി കരിപ്പൊട്ടിയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ഒക്കെ ഇട്ട് തരുമായിരുന്നു കേട്ടോ. ഇപ്പം അമ്മ പറയാം ഇപ്പൊക്കെ മുതുകിളവയ്ക്ക് ഇപ്പോഴും ഞാൻ തരണോടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് തരുന്നത്. എനിക്ക് അന്ന് തുടങ്ങിയ ആ ഒരു വയറുവേദന ഈ ഒരു സാധനം ചെന്നാലേ എനിക്ക് മാറത്തുള്ളൂ കേട്ടോ വയറുവേദന. അത് ഏതെങ്കിലും ഒരു ദിവസമേ കാണത്തുള്ളൂ കേട്ടോ. പക്ഷെ അതെന്നെ കൊണ്ട് പോകുന്ന രീതിയിലുള്ള വയറുവേദനയാണ് എനിക്ക്. അങ്ങനെ അതും കുടിച്ച് ഒരു വിധത്തിൽ ഒരു ലെവലിൽ നിൽക്കുക കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ വേണ്ടേ കാപ്പിടിയും കഴിഞ്ഞ് രാവിലത്തെ കഞ്ഞിക്കുടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചിട്ടുള്ള കളികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2 മൂസമ്പി രേഷ്മ കൊടുത്തന്ന് 2 പേർക്ക് കൂടെ അടിച്ചു കൊടുത്തേ. അടിച്ചു കൊടുത്തപ്പോഴത്തേണ്ട നിങ്ങൾ കാണുന്നുണ്ടല്ലോ മാക്കെന്നും പറഞ്ഞ് നമ്മുടെ ആമിക്കുട്ടി കുടിച്ചിട്ട് തന്നു കേട്ടോ. പക്ഷെ അവൾക്ക് കഞ്ഞിയും ചോറും വേണ്ട, അവൾക്ക് ആഹാരം വേണ്ടത് ഇങ്ങനത്തെയൊക്കെ കൊടുക്കാൻ. കഞ്ഞോളം ഭയങ്കര ഇഷ്ടമാണ് കൈസ്, എത്ര വേണേലും കഞ്ഞോളം കുടിച്ചോളും കേട്ടോ. പക്ഷേ വിദ്ദുക്കുട്ടനെ ജ്യൂസ് കുടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെട്ടേ. പക്ഷേ എന്നാൽ നമ്മൾ കൊടുക്കുകയും വേണ്ട. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് സൂപ്പറാന്ന് പറഞ്ഞ ആൾ. പക്ഷേ ഞാൻ തന്നെത്താനെ കുടിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ആസ്വദിച്ചിരുന്നു. എങ്ങും തൊടാതെ ഒരു 10 മിനിറ്റെങ്കിലും എടുത്തു കേട്ടോ ആളത് കുടിച്ച് തീർക്കാൻ. പക്ഷെ തന്നെത്താനെ കുടിച്ചിട്ട് നമ്മുടെ കൈ തന്നു കേട്ടോ ആൾ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കുറേ നേരം 2 പേരും കൂടെ കളിച്ചു കേട്ടോ. കളിച്ചെന്ന് വെച്ചാൽ രേഷ്മയിൽ അങ്ങ് കളിച്ചത് ആരും ഇല്ലായിരുന്നേ. പിന്നെ നമ്മുടെ ആൾ അവിടുത്തെ അധികാരി ആയതുകൊണ്ട് അവന് ആച്ചിച്ചേട്ടൻ്റെ ഒരു സാധനത്തേലും അവനെ കൊണ്ട് തൊടിക്കത്തില്ല കേട്ടോ. അതിൻ്റെ ബഹളമൊക്കെ കഴിഞ്ഞ് 2 പേർക്കും ചോറും കൊടുത്തിട്ട് ചോറ് കൊടുക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ എന്നാത്തെ കാര്യം എനിക്ക് നേരെ നിൽക്കാനുള്ള ആവതില്ലായിരുന്നു. അങ്ങനെ 2 പേർക്കും ഒരു വിധത്തിൽ ഞാൻ ചോറും കൊടുത്തിട്ടാണ് കയറ്റി കിടത്തി ഉറക്കി കേട്ടോ 2 പേര്. അങ്ങനെ ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം 2 പേര് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒരാൾ ഉണരും. അത് പെട്ടെന്നാണ് കേട്ടോ, കാരണം അടുത്തടുത്താണല്ലോ കിടക്കുന്നത്. ഇരട്ടപ്പിള്ളേർ മാറി നിൽക്കുവേ ഇതുങ്ങൾ ഒന്നിച്ചാണെങ്കിൽ ആ പരുവത്തിനാണ്. അങ്ങനെ വേണ്ട മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉറക്കമല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും എഴുന്നേക്കും. കാരണം ഞങ്ങൾ കിടക്കുന്നത് ഷീറ്റാണ് കേട്ടോ, ഷീറ്റ് വർക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഉറക്കമല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും എഴുന്നേറ്റ് വരും. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു മൂടോട്ടിലാണ് നമ്മുടെ ആൾ നിൽക്കുന്നത്. വിതുക്കുട്ടൻ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് അതുപോലും കുടിപ്പിക്കാതെ എൻ്റെ മടിയിൽ കയറി ഇരിക്കുവാണേ, കുടിക്കേണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ വിതുക്കുട്ടൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അത് പിന്നെ 10 മിനിറ്റ് ഉറങ്ങിയെങ്കിലും ആ ഉറക്കച്ചടവോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയിക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ അവൾ എൻ്റെ മടിയിൽ കയറി ഇരിക്കുന്നതിൻ്റെ ഒരു മൂടൗട്ട് കാണിക്കുവാണേ അവൾ. പക്ഷേ ആമിക്കുട്ടി അങ്ങനെയല്ല. ആമിക്കുട്ടിക്ക് പക്ഷേ നമ്മുടെ മൂടൗട്ട് മാറ്റിയെടുക്കാൻ കുറച്ച് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൊഞ്ചലാണ് ആൾക്ക്. രണ്ടാമത്തതും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണേ പുള്ളിക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കിനും ഒരാൾക്ക് വിദ്ദുക്കുട്ടന് ഏത്തയ്ക്ക പുഴുങ്ങിയതും ആമിക്കുട്ടിക്ക് കുറുക്കുമായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ അവനാണെങ്കിൽ ഏത്തയ്ക്ക കൊടുത്താൽ മതി നമ്മൾ വിളിച്ച് പറഞ്ഞായിരുന്നേ. അതിൻ്റെ ഇടയിൽ എനിക്ക് അരി ആട്ടാനുണ്ടായിരുന്നേ. ആ അരി ആട്ടുന്നതിൻ്റെ ഇടയിൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ആമിക്കുട്ടിക്ക് അരി ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ കുതിർന്ന അരിയോ കുതിർന്ന ഗോതമ്പ് കുതിർന്ന ഈ എന്തുമായിരുന്നു ഉഴുന്ന്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ട സംഭവങ്ങൾ കേട്ടോ. അത് എന്തിൻ്റെ ജീവിയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്ത് വേണേലും വേണ്ട അതിൻ്റെ പരിപാടി നടക്കുക കേട്ടോ. അത് ഞാൻ എടുത്തപ്പോഴേ ഞാൻ ഇച്ചിരി കൊണ്ടുപോയി ഞാൻ കൈ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അത് തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വരുവാണേ. അപ്പം ഞാൻ വേണ്ട ആ അടപ്പിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പെറുക്കി തിന്ന് ലാസ്റ്റ് ഒരെണ്ണം ഇരിക്കുന്നതിൻ്റെ ചോദ്യമാണ് നിങ്ങളാ കേൾക്കുന്നത്. അങ്ങനെ ഞാൻ അരി ആട്ടി വെച്ച പാത്രമാണ് ചെറുത്, അപ്പോൾ അതിൽ മുഴുത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കൈയിട്ട് നല്ലതുപോലെ ഇളക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അതിൽ നിന്നെല്ലാം ഞാൻ തൂത്തുവാരി വലുതിലിട്ട് ഞാൻ എല്ലാം ഇളക്കി വെച്ച് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ അമ്പാടിക്കുട്ടനെയും കൊണ്ട് രാജേഷേട്ടനോ അജിയമ്മയോ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഈ തുള്ളൽ എന്തിൻ്റെ തുള്ളലാണ്, പെട്ടെന്നൊരു തുള്ളൽ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആച്ചിച്ചേട്ടൻ ആ സമയത്ത് വന്നു കേട്ടോ. അമ്പാടി കുച്ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും ആച്ചിച്ചേട്ടൻ കളിക്കാൻ വന്നേ. അങ്ങനെ കളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്യാപ്പിൽ ഞാൻ അവർക്ക് ആഹാരം കൊടുത്ത് തീർത്തേ. പെട്ടെന്നായിരുന്നേ കണ്ണടച്ച് തുറന്നപ്പോൾ രണ്ടുപേരും ആഹാരം കഴിച്ചേ. അല്ലെങ്കിൽ ആച്ചിച്ചേട്ടനെ ഞാൻ പറഞ്ഞു വിടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ ആഹാരം കൊടുത്ത് തീർത്തത്. ഇത് പട്ടാള സിനിമയിലെ ഡിങ്കിരി പട്ടാളം കണ്ടുകൊണ്ടുള്ള ചാട്ടവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം ആ പാട്ട് തീരുന്നത് വരെ അത് കണ്ടുകൊണ്ടിരുന്നേ. ആ പാട്ടിൻ്റെ ആ ഓളമാണോ എന്തുവാണോ എന്നറിയത്തില്ല, ആമിക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 പേർക്കും ഇഷ്ടപ്പെട്ട് 3 പേരും അത് കണ്ടുകൊണ്ടിരുന്നേ. ആ കൂട്ടത്തിൽ അതിനകത്തോട്ട് കയറിയിരുന്ന് ഗ്രഹിച്ചിരുന്ന് കണ്ടത് നമ്മുടെ ആമിക്കുട്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഇത്രയുള്ളതെന്നല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ എടുക്കാനുള്ള ആ ഒരു ടൈമും കിട്ടിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുപോലെ ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ പക്ഷേ രണ്ടുപേരും വലിയ അലമ്പൊന്നും ഇല്ലാതെ കടത്തി വിട്ട്. അപ്പോൾ ഇനി നാളെ ഒരു കൊച്ചൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.